ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പലവിധമാവുന്ന ഭാരത്താലോ വിഷമത്താലോ ആയിരിക്കുന്നെങ്കിൽ ഞാൻ ഈ വായിക്കുന്ന വചനപ്രകാരം ദൈവം നിങ്ങളെ സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തന പുസ്തകം അതിൻ്റെ 77-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഭക്തനായിരിക്കുന്ന ആസാവ് ഇപ്രകാരം പറയുകയാണ്: ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ പല വ്യക്തികളുടെ മുമ്പിൽ നിലവിളിച്ചിട്ടില്ലേ? പലരോട് സഹായം ചോദിച്ചിട്ടില്ലേ? പലരോടും എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കണം. പലപ്പോഴും മനുഷ്യൻ സഹായിക്കാമെന്ന് പറയും, അവസാന നിമിഷം അവൻ കൈവിട്ട് കളയും, അവൻ സഹായിക്കില്ല. അതുകൊണ്ടാണ് ആസാവ് പറയുന്നത്, ഞാൻ എൻ്റെ സങ്കടങ്ങളെ മനുഷ്യരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മനുഷ്യരോട് നമ്മുടെ സങ്കടങ്ങളെ പറയരുത്. എത്ര ബന്ധമെന്ന് പറഞ്ഞാലും ശരി, എത്ര സ്വന്തമെന്ന് പറഞ്ഞാലും ശരി, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങളെ ആരോട് പറയരുത്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളെല്ലാം ദൈവത്തോട് മാത്രമേ പറയാവൂ. അതുകൊണ്ടാണ് ഇവിടെ ആസാവ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, കർത്താവ് തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് എനിക്ക് ഉത്തരം അരുളുകയും ചെയ്യും എന്നവിടെ വായിക്കുന്നു. ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. നമ്മുടെ നിലവിളി ദൈവത്തിന് പ്രസാദമാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവത്തിന് പ്രസാദമാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകളെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയില്ല. അവിടെ സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഭാരം, എന്തോ ഒരു പ്രയാസം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടായിരിക്കാം താൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും പലവിധമാവുന്ന പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കാറില്ലേ? ദൈവമേ എന്നെ സഹായിക്കണമേ, എനിക്ക് ആരുമില്ല, ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് എത്രയോ തവണ ദൈവത്തോട് നാം നിലവിളിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. ആസാവ് പറയുകയാണ്, എൻ്റെ കഷ്ടത ഉള്ള സമയത്ത്, എൻ്റെ ജീവിതത്തിലെ പ്രയാസം ഉള്ള സമയത്ത് ഞാൻ യഹോവയെ അന്വേഷിച്ചു. ഇന്ന് പല വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ളത് കൊണ്ടും ഒരുപാട് പണമുള്ളത് കൊണ്ടും ദൈവത്തെ വേണ്ട. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള സമയത്തൊരിക്കലും ദൈവത്തെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും കടന്നു വരുമ്പോഴാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അങ്ങനെയല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കുന്ന സമയത്തും ദുഃഖമുണ്ടായിരിക്കുന്ന സമയത്തും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവിടെ തൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ കഷ്ടത വന്നു. ആ കഷ്ടത വന്നപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നതായി അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ജീവിതത്തിൽ പലപ്പോഴും സമാധാനവും സന്തോഷമില്ലാതെ പലപ്പോഴും നാം ഓരോരുത്തരും ആയിരുന്നിട്ടുണ്ടായിരിക്കാം. ദൈവം നമ്മളെ എത്രമാത്രം സന്തോഷവും സമാധാനവും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ ആൾക്കാർ കുത്തുവാക്കുകൾ പറയുമ്പോഴും, നമ്മൾ ആക്ഷേപിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നും ദൈവം നമ്മളെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതിൻ്റെ 77-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: അങ്ങ് എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആസാവ് ഉറക്കെ നിലവിളിക്കാൻ കാരണം. എന്താ? ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. തൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, ചിലപ്പോൾ മക്കളെ പറ്റിയുള്ള ഭാരങ്ങളായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിനെ പറ്റിയുള്ള ഭാരങ്ങളായിരിക്കാം. ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ മനോഭാരങ്ങൾ കൊണ്ട് മാത്രം ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടെ വായിക്കുന്ന പോലെ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. മനസ്സിനകത്ത് വൻ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പലപ്പോഴും സംസാരിപ്പാൻ പോലും കഴിയാതെ പലപ്പോഴും നാം മൗനമായിരുന്നിട്ടുണ്ട്.
ആ അവസരത്തിലും ദൈവം നമ്മൾ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അവിടെ 142 സങ്കീർത്തനത്തിൽ അതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ ദൈവത്തെ ബോധിപ്പിക്കുന്നു. നമ്മുടെ കഷ്ടതയും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു. നമ്മുടെ സങ്കടം ആരോടും പകരേണ്ട, ആരോടും പറയണ്ട. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ കർത്താവിനെ ബോധിപ്പിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ കഷ്ടതകളും നാം ദൈവത്തെ ബോധ്യപ്പെടുത്തണം. നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓരോ ദിനങ്ങളും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി തരും. 77 സങ്കീർത്തനം ഒരേ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 77 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നെനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശബ്ദം ഉയർത്തി നമ്മുടെ കൂട്ടുകാരോടോ കൂട്ടുകാരിയോടോ മാതാപിതാക്കളോടോ ആരോടോ അല്ല നിൻ്റെ സങ്കടം പറയേണ്ടത്. നിൻ്റെ സങ്കടം പറയേണ്ടത് നിൻ്റെ ദൈവത്തോടാണ്. ആ ദൈവത്തോട് നമ്മൾ സങ്കടം പറയുമ്പോൾ, നമ്മുടെ സങ്കടങ്ങളെ ദൈവത്തോട് ബോധ്യപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ സങ്കടങ്ങളെ കേൾക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ദൈവത്തിൻ്റെ വചനപ്രകാരം ആരെങ്കിലും വിഷമത്താലോ ഭാരത്താലോ ആയിരിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.